ഇലയ്ക്ക് പോ വേലൊക്കെ കേറി എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. കിട്ടുമോന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ കൊറേ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇല. അവിടുത്തെ കാട്ടിലൊക്കെ എല്ലാത്തിനും പറിച്ച് കൊറേ കിട്ടി. ഇതിനെയൊക്കെ കഴുകി വാഷ് ചെയ്ത് എടുക്കണം നമുക്ക്. അരിച്ചു വെച്ചിരിക്കുന്ന ചൂട് ഇതൊക്കെ ആക്കി. ഇത് തേങ്ങയാണ്. നമുക്കപ്പോൾ നമ്മൾ പണി തുടങ്ങാം. ഇത് ഇലയൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇലയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഈ ഇല ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കണേന്ന് മനസ്സിലായി കാണുമല്ലോ. ഇലയപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ദീപാവലിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ട് വൈകുന്നേരം ഒരു സ്നാക്ക് പോലെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്വീറ്റും ഉണ്ട് ഇത്. അപ്പൊ നമുക്ക് നേരെ അതൊക്കെ ഉണ്ടാക്കേണ്ടതിന്റെ കുറച്ച് ഇൻഗ്രീഡിയൻസും അത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നും കാണാം. കുറച്ച് ഏലപ്പൊടി ഉണ്ട്, അതിട്ടുണ്ട്. നല്ല മണം അടിക്കുന്നുണ്ട്. ശർക്കരയൊക്കെ അരിച്ചു വെച്ചിരിക്കുന്നു. ഇടിയപ്പത്തിന്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശർക്കരപ്പാനി തേങ്ങയായിട്ട് മിക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ അതിന്റെ ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇടിയപ്പത്തിന്റെ മാവിന്റെ ഉപ്പൊക്കെ തപ്പ അവിടെ മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ നമ്മളെ തേങ്ങയ്ക്കകത്ത് ശർക്കര ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട് രണ്ടുപേരും രണ്ടാണ് മിക്സ് ചെയ്യുന്നത്. നല്ല മിക്സ് ചെയ്ത് നല്ല തൊടിയൊക്കെ എടുക്കുകയാണ്. ഇപ്പൊ ഇത് ആദ്യം തുപ്പൊന്ന് വെട്ടിയത് ചാവുന്നതിരിക്കുന്നത്. ഈ തൊടി എടുക്കുന്നത് എന്റെ അച്ഛൻ എനിക്ക് അവിടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് കുട്ടികൾക്ക് പൊളിച്ചൊക്കെ വന്ന് എല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഐഡിക്കാണോ നീര് അങ്ങോട്ട് പഴം വെട്ടുകയാണ്. അച്ഛനമ്മ അടുത്ത് കാണും വെട്ടപ്പരക്ക്. അല്ലാതെ നിങ്ങൾ വെട്ടരുത്. ഇപ്പൊ അച്ഛൻ ഷൂട്ട് ചെയ്തിട്ട് അമ്മ എല്ലാം ഒതുക്കണോണ്ട് പടപ്പില്ല. അച്ഛനമ്മ അടുത്തൊക്കെ ഉണ്ട്. അടുത്തൊന്നും ഇല്ലാതെ ഇതൊക്കെ ആദ്യം ചിലപ്പോൾ ഇഞ്ചൊക്കെ വരാം.
പരത്തി തരും ഓരോന്നോരോന്നായി പരത്തി ഇവിടെ വയ്ക്കും മിക്സ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി കുറച്ച് ഇതെല്ലാം നമ്മൾ പരത്തി ഒരു പ്ലേറ്റിലാക്കി വെച്ചു ഇനി ഇതൊക്കെ ചൂടാക്കി എടുക്കണം വേവിച്ചെടുക്കാം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വേവുന്നവരെ നമ്മളെ ഇലയപ്പം നമ്മൾ അഡ്വാൻസ് ചെയ്യാൻ പോകും വെച്ചത് ചൂടൊക്കെ ആവിയൊക്കെ എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉള്ളത് അധികം ചൂടൊന്നുമില്ല കഴിക്കാൻ നല്ല ചൂടേ ഉള്ളൂ അപ്പൊ നമ്മളെ ദീപാവലി സ്പെഷ്യൽ ഡിഷ് ഈസ് എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ റെഡിയായി ചായയുടെ കൂടെ കുടിക്കാനാണ് ഇവിടെ വന്നിട്ടുണ്ട് ചായ ഈ സ്നാക്സ് അടിപൊളി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ താഴെയാണുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അയ്യോ നിക്ക് ഹാപ്പി ദീപാവലി എല്ലാവർക്കും ബൈ ബൈ